ഫുക്രിയിലേക്ക് സ്വാഗതം. കിക്കി റാമോസ് കഴിഞ്ഞ 2 ദിവസമായി അർജൻറ്റീന ഫുട്ബോൾ ടീമുമായി ബന്ധപ്പെട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. 17 വയസ്സുകാരനായ കിക്കി റാമോസിനെ കുറിച്ച്. കിക്കി റാമോസ് കഴിഞ്ഞ ദിവസമാണ് അർജൻറ്റീനയുടെ അണ്ടർ 17 ടീമിൽ അരങ്ങേറ്റം കുറിച്ചത്. ഇക്വഡോറിനെതിരായ മത്സരത്തിൽ ആണ് അരങ്ങേറ്റം. അതിൽ 1-2 ഗോളുകൾക്ക് അർജൻറ്റീന ജയിച്ചിരുന്നു. വീണ്ടും ഏറ്റവും അവസാനമായി ഇക്വഡോറിനെതിരെ തന്നെയുള്ള 2ാമത്തെ മത്സരത്തിൽ അത് സമനിലയായിരിക്കുന്നു 1-1. അതിൽ അർജൻറ്റീന അണ്ടർ 17 വേണ്ടി കിക്കി റാമോസ് സമനില ഗോൾ നേടി എന്നുള്ളത്. അങ്ങനെ അർജൻറ്റീനയ്ക്ക് വേണ്ടി ആദ്യത്തെ ഗോളും കിക്കി റാമോസ് നേടിയിരിക്കുന്നു. അപ്പോൾ ഈ കിക്കി റാമോസ് എന്ന് കേൾക്കുന്നതല്ലാതെ ആരാണ് ഈ കിക്കി റാമോസ്? എന്താണ് കിക്കി റാമോസിൻ്റെ ചുരുക്കത്തിലുള്ള ജീവിത കഥ എന്നെന്ന് നമുക്ക് നോക്കാം. കിക്കി റാമോസിനെ സംബന്ധിച്ചിടത്തോളം ഈ കിക്കി റാമോസിനെ പറ്റി പറയുമ്പോൾ പ്രത്യേകമായിട്ട് പറയേണ്ട ഒരു കാര്യം, കിക്കി റാമോസ് ഹെയ്ത്തിക്കാരനാണ്. ഹെയ്ത്തിയിൽ ജനിച്ച കിക്കി റാമോസിനെ അർജൻറ്റീനയിലെ ഒരു കുടുംബം ദത്തെടുക്കുകയായിരുന്നു. അതിനും പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്. 2010 ഹെയ്ത്തിയിലുണ്ടായ ഭൂകമ്പത്തിൽ ഒരു വൻ ഭൂചലനമുണ്ടായി. ആ ഭൂചലനത്തിൽ നിന്ന് ഭൂചലനത്തെ അതിജീവിച്ച ആളാണ് കിക്കി റാമോസ്. അന്ന് കിക്കി റാമോസിന് വെറും 9 മാസമാണ് പ്രായം. 9 മാസം. 2009 കിക്കി റാമോസ് ജനിക്കുന്നത്. 2009 നിന്ന് 9 മാസം കഴിയുമ്പോൾ 2010 ഈ എർത്ത്ക്വേക്ക് ഉണ്ടാകുന്നത്, അതായത് ഭൂചലനം ഉണ്ടാകുന്നത്. ആ ഭൂചലനത്തെ അതിജീവിച്ച കിക്കി റാമോസിനെയാണ് അർജൻറ്റീനയിലെ ഒരു കുടുംബം ദത്തെടുക്കുന്നത്. 17 വർഷം മുമ്പുള്ള ഹൃദയസ്പർശിയായ ആ കഥ, വല്ലാത്തൊരു കഥയാണത്. കിക്കി എന്ന് സ്വയം അദ്ദേഹം വിളിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു മാറ്റമായിരുന്നു, ജീവിതത്തിലുണ്ടായ വലിയ മാറ്റമാണ് കിക്കി റാമോസിനെ സംബന്ധിച്ചിടത്തോളം അർജൻറ്റീനയിലേക്ക് എത്താനും അർജൻറ്റീനയിലെ കുടുംബം അദ്ദേഹത്തെ ദത്തെടുക്കുകയും ചെയ്യുന്നത്. കിക്കി റാമോസിൻ്റെ ശരിയായ പേര് സ്റ്റീഫൻ റാമോസ് എന്നാണ്. സ്റ്റീഫൻ റാമോസ് സ്വയം കിക്കി എന്നാണ് അദ്ദേഹത്തെ തന്നെ വിളിക്കുന്നത്. Arrived in the country at 9 months old after being adopted by an Argentinian couple following the devastating earthquake that struck Haiti in 2010. ഹെയ്ത്തിയിലെ ആ വലിയ ഭൂചലനത്തിൽ നിന്ന് അതിജീവിച്ച കിക്കി റാമോസിനെ, അതായത് സ്റ്റീഫൻ റാമോസിനെ ഒരു അർജൻറ്റീന കുടുംബം ദത്തെടുത്ത് 9ാമത്തെ മാസത്തിലാണ് അദ്ദേഹം അർജൻറ്റീനയിൽ എത്തുന്നത്. റാമോസ് വാസ് ബോൺ ഇൻ ദ കരീബിയൻ കൺട്രി. അതായത് ഹെയ്ത്തി എന്ന് പറയുന്നത് കരീബിയൻ ദ്വീപിലെ ഒരു രാജ്യമാണ്. ആ രാജ്യത്ത് ഏപ്രിൽ 3 കിക്കി റാമോസ്, അതായത് സ്റ്റീഫൻ റാമോസ് ജനിക്കുന്നത്. ആൻഡ് വാസ് എ സർവൈവർ ഓഫ് ആൻ എർത്ത്ക്വേക്ക് ദാറ്റ് ലെഫ്റ്റ് എ സ്റ്റാഗറിംഗ് 3,60,000 പീപ്പിൾ ഡെഡ്. 3,16,000 പേരാണ് ആ ഭൂകമ്പത്തിൽ മരിച്ചത്. ആ 3,16,000 പെടാതെ രക്ഷപ്പെട്ട ഹെയ്ത്തിക്കാരനായിരുന്നു. 9 മാസം മാത്രം പ്രായമുള്ള ആ കുഞ്ഞിനെ അർജൻറ്റീനക്കാർ അന്ന് ദത്തെടുത്തു. ഇതിന് ശേഷം അദ്ദേഹം റാമോസ് അർജൻറ്റീനയിലാണ് വളർന്നത്. 9 മാസത്തെ ഹെയ്ത്തിയിലെ ജീവിതത്തിന് ശേഷം അർജൻറ്റീനയിലാണ് ജനിച്ചത്. റാമോസ്, who arrived in Argentina after surviving one of the most destructive earthquakes ever recorded, is enjoying a good spell in the youth categories of Vélez Sarsfield. അർജൻറ്റീനയിലെ ഒരു ക്ലബ്ബാണ് വെലേസ് സാർസ്ഫീൽഡ്. വെലേസ് സാർസ്ഫീൽഡിൻ്റെ യൂത്ത് ടീമിൽ കളിച്ചുകൊണ്ടാണ് കിക്കി റാമോസ് ഫുട്ബോളിലേക്ക് വരുന്നത്. ഫുട്ബോളിൽ കിക്കി റാമോസ് വെലേസ് സാർസ്ഫീൽഡിൻ്റെ താരമായി, യൂത്ത് ടീമിൻ്റെ താരമായി തിളങ്ങി നിൽക്കുമ്പോഴാണ് വിച്ച് കോട്ട് ദ അറ്റൻഷൻ ഓഫ് ഡിയാഗോ പ്ലാസൻ്റെ എന്ന ഫോർമർ അർജൻറ്റീന ഇൻ്റർനാഷണൽ, അർജൻറ്റീനയ്ക്ക് വേണ്ടി മുമ്പ് ദേശീയ ടീമിൽ കളിച്ചിട്ടുള്ള ഡിയാഗോ പ്ലാസൻ്റെയാണ് ഇപ്പോൾ അർജൻറ്റീനയുടെ അണ്ടർ 17, അതായത് 17 വയസ്സിന് താഴെയുള്ളവരുടെ ടീമിൻ്റെ കോച്ച്. അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹം വെലേസ് സാർസ്ഫീൽഡിന് വേണ്ടി കിക്കി റാമോസിൻ്റെ അതിഗംഭീര പ്രകടനം പ്ലാസൻ്റെയുടെ ശ്രദ്ധയിൽപ്പെടുകയും പ്ലാസൻ്റെ അങ്ങനെ കിക്കി റാമോസിനെ അർജൻറ്റീനയുടെ അണ്ടർ 17 ടീമിലേക്ക് എടുക്കുകയുമായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ ഇക്വഡോറിനെതിരെ 2 മത്സരങ്ങൾ അദ്ദേഹം കളിച്ചത്. അതിൽ 2ാമത്തെ മത്സരത്തിൽ അർജൻറ്റീനയ്ക്കായി അദ്ദേഹം ആദ്യത്തെ
ഗോൾ അടിക്കുകയും ചെയ്തു. ഇപ്പോൾ ഇക്വഡോറിനെതിരെ ഈ സൗഹൃദ മത്സരം നടക്കുന്നത് ഉടൻ തന്നെ 2026 തന്നെ നടക്കാൻ പോകുന്ന, ഖത്തറിൽ വെച്ച് നടക്കാൻ പോകുന്ന അണ്ടർ-17 ലോകകപ്പിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ സൗഹൃദ മത്സരങ്ങൾ ഇക്വഡോറിനെതിരെയൊക്കെ നടക്കുന്നത്. ഈ ലോകകപ്പ് നടക്കുക നവംബർ ഡിസംബർ മാസങ്ങളിലായിരിക്കും. ഖത്തറിൽ വെച്ചിട്ടാണ് നടക്കുക. അർജന്റീന ഈ അണ്ടർ-17 ലോകകപ്പിൽ ഗ്രൂപ്പ് സിയിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ഓസ്ട്രേലിയക്കും ഡെൻമാർക്കിനും മൊസാംബിക്കിനും എതിരെ ഒപ്പമുള്ള, അതായത് ഓസ്ട്രേലിയ, ഡെൻമാർക്ക്, മൊസാംബിക് ഈ 3 ടീമുകൾക്കൊപ്പം സി ഗ്രൂപ്പിലാണ് അർജന്റീന ഉൾപ്പെട്ടിട്ടുള്ളത്. Kiki Ramos began to stand out in the tournaments organized by the AFA for his great physical presence. അതായത് AFA സംഘടിപ്പിച്ച അണ്ടർ-17 മത്സരങ്ങളിൽ, യൂത്ത് ടൂർണമെൻറ്റുകളിൽ ആണ് കിക്കി റാമോസ് ശ്രദ്ധേയനാവുന്നത്. അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ പ്രസൻസ്, അദ്ദേഹം വല്ലാത്ത ബലിഷ്ഠനായ ഒരു 17 വയസ്സുകാരനാണ്. ഹിസ് എനോർമസ് അത്ലറ്റിക് എബിലിറ്റി, അതിഗംഭീരമായി ഓടാനും ക്ഷീണം തന്നെ ബാധിക്കാതെ നിരന്തരം കളിക്കാനുമുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ്, ഡിഫൻഡേഴ്സിന് ഈ ഒരു കഴിവ്, അദ്ദേഹത്തിന് വല്ലാത്തൊരു ഓട്ടവും ഫിസിക്കൽ പ്രസൻസും കാരണം ഡിഫൻഡേഴ്സിന് അദ്ദേഹത്തെ നിയന്ത്രിക്കാൻ, എതിർ ടീമിൻ്റെ പ്രതിരോധ നിരക്ക് അദ്ദേഹത്തെ പ്രതിരോധിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാവുകയും അത്രയും മിടുക്ക് കാണിക്കുകയും ചെയ്ത കിക്കി റാമോസ്. Those qualities were that caught the attention of the Argentina national team scouts. അതായത് അർജന്റീന നാഷണൽ ടീമിന് വേണ്ടി താരങ്ങളെ തപ്പുന്നവർക്ക് ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടി അദ്ദേഹത്തെ, ആൻഡ് ഹി ഹാസ് ആൾ ദ അട്രിബ്യൂട്ട്സ് ടു ഡെവലപ്പ് ഇൻ ടു വൺ ഓഫ് ദ ഗ്രേറ്റ് അർജന്റീനിയൻ പ്രോസ്പെക്ട്സ്. അതായത് എക്കാലത്തെയും മികച്ച അർജന്റീന താരങ്ങളിൽ ഒരാളായി മാറാനുള്ള മിടുക്കുള്ള സ്റ്റീഫൻ റാമോസിനെ അങ്ങനെ അണ്ടർ-17 ദേശീയ ടീമിലേക്ക് കൊണ്ടുവരികയായിരുന്നു. റാമോസ് കുഡ് ബിക്കം ദ ഫസ്റ്റ് ഫോറിനർ വിത്തൗട്ട് അർജന്റീനൻ റൂട്ട്സ് ടു പ്ലേ ആൻ ഒഫീഷ്യൽ മാച്ച് ഫോർ ദ അർജന്റീന നാഷണൽ ടീം. അതായത് അർജന്റീനയിൽ വേരുകളില്ലാതെ പൂർണ്ണമായും മറ്റൊരു രാജ്യത്ത് ജനിച്ച ഒരാൾ അർജന്റീന ദേശീയ ടീമിനെ കളിക്കാം എന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഹി ബിക്കം ദ ഫസ്റ്റ് ഫോറിനർ, അതായത് അർജന്റീനയുടെ വേരുകളില്ലാത്ത ആദ്യത്തെ വിദേശത്ത് ജനിച്ച ഒരാളാകും അർജന്റീനൻ ടീമിന് കളിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞാൽ. 2026 ഈ വർഷം നവംബർ ഡിസംബറിൽ നടക്കുന്ന ഖത്തറിൽ നടക്കുന്ന അണ്ടർ-17 ലോകകപ്പിൽ കിക്കി റാമോസിന് കളിക്കാൻ കഴിഞ്ഞാൽ അത് അർജന്റീനയിൽ വേരുകളില്ലാത്ത ഒരു വിദേശ കളിക്കാരൻ്റെ ആദ്യത്തെ കളിയായിരിക്കും. അത് അങ്ങനെ ഒരു ആദ്യമായിട്ടുണ്ടാകുന്ന താരമായിരിക്കും. ഈ ഫീസ് കാൾഡ് ഫോർ അത് എന്നതിന് ശേഷം 1973 ശേഷം അങ്ങനെ ഒരു വിദേശ കളിക്കാരൻ, അർജന്റീന വേരുകളില്ലാത്ത ഒരു വിദേശ കളിക്കാരൻ അർജന്റീനയ്ക്ക് വേണ്ടി കളിക്കുന്ന ആദ്യത്തെ അവസരമായിരിക്കും അത്. 1973 പരാഗ്വേക്കാരനായ ഹെറിബർട്ടോ കൊറേയ become an Argentine citizen to wear the Albiceleste jersey. അന്ന് പരാഗ്വേക്കാരനായ ഹെറിബർട്ടോ കൊറേയ അന്ന് അർജന്റീനിയൻ പൗരനാവുകയും അങ്ങനെ അർജന്റീനയ്ക്ക് വേണ്ടി കളിക്കുകയും ചെയ്തിരുന്നു 1973. 53 വർഷത്തിന് ശേഷം അതിന് സമാനമായി കിക്കി റാമോസ് അർജന്റീന അണ്ടർ-17 വേൾഡ് കപ്പിനുള്ള ലോകകപ്പിനുള്ള ടീമിൽ ഉൾപ്പെടുകയാണെങ്കിൽ അതിന് സമാനമായ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയാണ്. ദ ഗ്രേറ്റ് പെക്യുലാരിറ്റി ബിറ്റ്വീൻ റാമോസ് ആൻഡ് കൊറേയ, 1973 അർജന്റീനയ്ക്ക് വേണ്ടി കളിച്ച കൊറേയും റാമോസും തമ്മിലുള്ള വല്ലാത്ത അസാധാരണമായ ഒരു താരതമ്യമുണ്ട്. യാദൃച്ഛികതയാകാം. ഈ 53 വർഷത്തിനിടയ്ക്ക് ഈ 2 കളിക്കാരും തമ്മിലുള്ള, അതായത് ഈ രണ്ടാമത്തെ കളിക്കാരനാകാൻ കിക്കി റാമോസ് ഒരുങ്ങുമ്പോൾ, വിദേശ കളിക്കാരനാകാൻ കൊറേയ്ക്ക് ശേഷം റാമോസ് ഒരുങ്ങുമ്പോൾ ഇവർക്കിടയിൽ കൊറേയും റാമോസിനും ഒരുപോലെ നടന്നിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഈ 2 പേരും വെലേഴ്സ് സാഴ്സ്ഫീൽഡിൻ്റെ, അതായത് നേരത്തെ ഞാൻ പറഞ്ഞ വെലേഴ്സ് സാഴ്സ്ഫീൽഡ് എന്ന ക്ലബിൻ്റെ ജേഴ്സി അണിഞ്ഞുകൊണ്ടാണ് 53 വർഷം മുമ്പ് കൊറേയും അർജന്റീനിയൻ ഫുട്ബോളിൽ ശ്രദ്ധിക്കപ്പെടുന്നത്. ഇപ്പോൾ കിക്കി റാമോസും ശ്രദ്ധിക്കപ്പെടുന്നത്. എന്തായാലും കിക്കി റാമോസിൻ്റെ ജീവിത കഥ എന്ന് പറയുന്നത് അസാധാരണമായ ഒരു കഥയാണ്. ഹെയ്ത്തിയിൽ 3,16,000 പേർ മരിച്ച ഒരു ഭൂചലനത്തിൽ അതിജീവിക്കുക, 3,16,000 പെടാതെ അതിജീവിച്ച് 9 മാസം പ്രായമുള്ളപ്പോൾ അർജന്റീനയിലേക്ക് വരികയും അർജന്റീനയിലെ ഒരു കുടുംബം ദത്തെടുക്കുകയും ചെയ്ത
ആ റാമോസ് ഇന്ന് 17കാരനായി വളർന്നിരിക്കുന്നു. ആ 2009 ജനിച്ച കിക്കി റാമോസ് 2010 ആ ഭൂചലനത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട വന്ന കിക്കി റാമോസ് ജീവിതത്തിലെ ആ വല്ലാത്തൊരു യാദൃശ്ചികതയാണത്. അങ്ങനെ അർജൻറ്റീന കുടുംബത്തിൻ്റെ ഭാഗമായ കിക്കി റാമോസ് ഇന്ന് അർജൻറ്റീനയിലെ തന്നെ ഏറ്റവും മികച്ച യുവതാരങ്ങളിലെ ഒരാളായി, യുവപ്രതിഭകളിലെ ഒരാളായി ആ രാജ്യം തന്നെ കണക്കാക്കുന്ന നിലയിലേക്ക് കിക്കി റാമോസ് വളർന്നിരിക്കുന്നു. കിക്കി റാമോസ് ആദ്യം ഈ വർഷത്തെ ഖത്തർ ലോകകപ്പിൽ അണ്ടർ-17 ലോകകപ്പിൽ കളിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിനെ തുടർന്ന് അർജൻറ്റീനയുടെ മറ്റൊരു മെസ്സിയായി, മറ്റൊരു മറഡോണയായി കിക്കി റാമോസും വരുന്ന കാലം അതിവിദൂരമല്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.